ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈത്തപ്പഴ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സെയിലും കൂടി ചെയ്യുന്ന അച്ചാറാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നല്ല എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയിട്ട് നല്ല പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇടുന്നത്. അത് നല്ലവണ്ണം വഴണ്ട് കളറൊക്കെ മാറി വരണം. നല്ല പോലെ ഇളക്കി കൊടുക്കണം. നല്ല മിക്സാക്കി അതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. നല്ലപോലെ കളറൊക്കെ മാറി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതിലൊരു 2-3 സ്പൂൺ വീതം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അച്ചാർ പൊടിയാണ് കേട്ടോ ഇടുന്നത്. അച്ചാർ പൊടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും മുളക് പൊടിയുടെ കൂടെ തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈത്തപ്പഴം നേരിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഈത്തപ്പഴമാണ്. അത് നമ്മളിതിലേക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയും ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരികയാണ് വേണ്ടത്. അപ്പോൾ ഈത്തപ്പഴം സോഫ്റ്റായി വരുന്നത് വരെ ഒന്നുകൂടി മിക്സാക്കി കൊടുത്ത് നമ്മളൊന്ന് കുത്തി ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് സാവധാനം സോഫ്റ്റായി വരും. അച്ചാറുണ്ടാക്കി അന്നല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും അത് സോഫ്റ്റായി വരും. ഈത്തപ്പഴം സോഫ്റ്റായിട്ട് നല്ല കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അത് സോഫ്റ്റായിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി. അതും ഇതുപോലെ തന്നെ കുറച്ച് അധികം ഇടുന്നുണ്ട്. 2-2.5 കൈയിലോളമാണ് ഇടുന്നത്. എന്നിട്ട് മിക്സാക്കുക. ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആവണം. ഈ ഈത്തപ്പഴത്തിലേക്ക് മുളക് പൊടിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈത്തപ്പഴത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോവും വേണം. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പുളിയാണ്. പുളി അങ്ങനെ ഇടുകയല്ല, പുളി കുതിർത്തിയിട്ട് ആ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഏകദേശം നമ്മളൊരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും പുളി എടുത്തിട്ടുണ്ടാവും. ആ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞതിന് ശേഷം പുളിവെള്ളമാണ് നമ്മളതിലേക്ക് പാർന്നു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പുളിവെള്ളം കൂടി പാർന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പുളിവെള്ളമാണ് കേട്ടോ നമ്മൾ പാരുന്നത്. കണ്ടില്ലേ, ഏകദേശം ഇത്രത്തോളം ഈത്തപ്പഴത്തിനോട് ഒപ്പം നിൽക്കുന്ന അത്രയും തന്നെ പുളിവെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട്. മിക്സ് തന്നെയാണ് ചെയ്യുന്നത്. നല്ല ചൂടായിട്ട് ഈത്തപ്പഴം അതിലൊക്കെ ഒന്ന് സോക്കായി വരുന്നത് വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പുളിവെള്ളമൊക്കെ ഒന്ന് ചൂടായി ഏകദേശം ഒന്ന് സെറ്റായി വരുന്ന സമയത്തിൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഈ ശർക്കര ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയും ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടിച്ച് കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി കരട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത് നല്ല വൃത്തിയുള്ള ശർക്കര ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 അച്ച് ശർക്കരയുണ്ട്. അതിൽ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ശർക്കര ഒന്ന് അതിൽ അലിയുന്നത് വരെ മിക്സാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡിയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ്. കളറൊക്കെ നല്ല ഉഷാറായി തന്നെ വന്നിട്ടുണ്ട്. ഈത്തപ്പഴം ഒന്നുകൂടി സോക്കാവാനുണ്ട്. അത് ഒരു ദിവസം ഇതിൽ ഈ അച്ചാറിൽ കിടക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക്